ഒരു തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. ബി.ജെ.പിയുടെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറുവശത്ത് രാഹുൽ മാങ്കുട്ടത്തലിനെ പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് UDFന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ദല്ലാൾ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ C. കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത് തന്നെയാണ് ബി.ജെ.പിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ CPM BJP ബാന്ധവത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM ആണ് BJPക്ക് വേണ്ടി കൊട്ടേഷൻ പണിയെടുത്തത്. CPM ആണ് BJP പോലും പറയാനറയ്ക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത്. എനിക്ക് നേരെ, ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്ത്, വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. എന്താ പറഞ്ഞിരുന്നത്? UDF ജയിക്കുമ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ ആവുന്നത്. എന്നിട്ട് പെണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം UDFനല്ല ലീഡ് വന്നത്, BJP. ഇതാണ് ഇന്ത്യയുടെ വിജയം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ്, മതേതരത്വത്തിന് വേണ്ടി ചെയ്ത വോട്ടാണ്. ഇവിടെ ബലിദാനികളെ വഞ്ചിച്ചത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ്. ഇനിയെങ്കിലും മറുപടി പറയണം. ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഉയർത്തിയുള്ള ചോദ്യമുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ UAPA ചുമത്തിയ കേസിലെ 17 പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത്, ആ ബലിദാനികളോട് മറുപടി പറയേണ്ടത്, അവരോട് മാപ്പ് പറയേണ്ടത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ്. അതിന് ഉത്തരവാദികൾ. അവര് മാപ്പ് പറയണം, അവര് മറുപടി പറയണം. അവർ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല കാര്യത്തിൽ. പകരം എന്നെ ആക്ഷേപിക്കുക, എൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുക, എൻ്റെ ഭാര്യയെ വരെ ബോഡി ഷേമിംഗ് ചെയ്യുക. ആ രീതിയിൽ എൻ്റെ 84 വയസ്സുള്ള അച്ഛനെ വരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചിട്ടുള്ള സുരേന്ദ്രനും സംഘവും രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ഒരല്പം നാണമുണ്ടെങ്കിൽ, ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഓഡിറ്റിങ്ങിന് വിധേയനാകുന്നില്ല? എന്തുകൊണ്ട് ഓഡിറ്റിങ്ങിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിധേയനാകുന്നില്ല? അദ്ദേഹം നേരിട്ട് മുന്നിൽ നയിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. അദ്ദേഹം നേരിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു തോൽക്കാൻ പോവുകയാണെന്ന്. കാരണം ഇന്നേ വരെ ഒരു ഇലക്ഷൻ ജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനില്ല. അത് മാത്രമല്ല, ചേലക്കരയിൽ സംഭവിച്ചതെന്താ? ചേലക്കരയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു മഹാനടന്റെ വിജയം മാത്രമായിരുന്നു തൃശ്ശൂരിലേത് എന്ന് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കല്ലേ. തൃശ്ശൂരിലെ BJPയുടെ മാഫിയ നേതൃത്വത്തിനെത്തിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചേലക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തേ ചേലക്കരയിൽ ജയിക്കാൻ പറ്റാതെ പോയത്? പോളിംഗ് അവസാനിക്കും മുമ്പ് K. സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ടിരുന്നത് 3ാമത് പോകുന്നതാണ് UDF. സുരേന്ദ്രൻ, ഞാൻ പറഞ്ഞല്ലോ, സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ശരിയായി വന്നിട്ടുണ്ടോ? പോളിംഗ് അവസാനിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അല്ല, സുരേന്ദ്രൻ തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാവാണ്. അതിന് ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അങ്ങനെയാണ്. പക്ഷെ ഞാൻ കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന എൻ്റെ പഴയ പാർട്ടിയിലെ BJPയിലെ സഹപ്രവർത്തകരോട് പറയാണ്, നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാകാം, നിങ്ങൾക്ക് എന്നോട് വിഷമുണ്ടാകാം, പക്ഷെ ഞാൻ തെരഞ്ഞെടുത്ത പാത ശരിയായിരുന്നു എന്ന് നിങ്ങൾ നാളെ ബോധ്യപ്പെടും. K. സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും കേരളത്തിലെ BJPയെ എപ്രകാരമാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്നോടുള്ള വിരോധത്തിന്റെ പേരിൽ സുരേന്ദ്രനെ അനുകൂലിക്കാൻ പോയവർ, പാർട്ടിയെ, ആ BJP എന്ന പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചറിയട്ടെ സുരേന്ദ്രനും സംഘവും എപ്രകാരമാണ് ആ പാർട്ടി നശിപ്പിക്കുന്നത്.